ഞാൻ ശങ്കരനെ സിറ്റ് ഔട്ടിൽ കിടത്താൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവർക്ക് സംഭവത്തിൽ കാര്യം മനസ്സിലായിട്ടില്ല. നമ്മൾ ബീച്ചിലൊക്കെ പോയി വന്നതിന് ശേഷം എടുത്തിട്ടുള്ളൊരു വീഡിയോയാണ് കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്തേക്ക് പോയിട്ട് ഇവിടെ നല്ല കുട്ടിയായിട്ട് കിടക്കണം, ഉണ്ണിമോൾ വാതിലടച്ച് അകത്തേക്ക് പോവുക, പേടിക്കൊന്നും വേണ്ട കേട്ടോ, അപ്പുറത്തെ കുഞ്ഞൂസും മേട്ടുണ്ട്, ഇപ്പുറത്ത് ഉണ്ണിമോളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് പോണത്. ഏകദേശം ഇങ്ങനെ പറഞ്ഞു പോയപ്പോൾ ശങ്കരന് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മളെ ശങ്കരിക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് തോന്നുന്ന രീതിയിലായിരുന്നു അവളുടെ ബിഹേവിയർ ഉണ്ടായിരുന്നു കേട്ടോ. അവളുടെ ആ ഒരു നോട്ടത്തിൽ ആ ഒരു നിഷ്കളങ്കത അയ്യോ ഭയങ്കര വിഷമായി പോയിട്ടോ. ശങ്കരന് അങ്ങനെ പ്രത്യേകിച്ച് വികാരമൊന്നുമില്ല, അവൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവസാനം എല്ലാം ഞാൻ സിറ്റ് ഔട്ടിലെ ലൈറ്റ് ഓഫ് ചെയ്തപ്പോൾ പോയി. പക്ഷേ ഞാൻ പൂർണ്ണമായിട്ട് ലൈറ്റ് അങ്ങോട്ട് ഓഫ് ചെയ്തില്ല. അപ്പുറത്തെ സൈഡിലൊരു ലൈറ്റായിട്ട് ചെറിയൊരു വെട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അവർ പേടിക്കാൻ പാടില്ലല്ലോ. ഇവിടെ അകത്ത് കിടക്കുമ്പോഴും അവർക്കൊരു ചെറിയൊരു ലൈറ്റ് കാണുന്ന രീതിയിൽ തന്നെ ഞാൻ അവരെ കിടത്താറുള്ളത്. അതുമാത്രമല്ല, ഞാൻ കിടക്കുന്ന റൂമിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്ത് തന്നെയാണ് അവരുള്ളത്. എനിക്ക് സത്യം പറഞ്ഞാൽ അകത്തിരുത്തിട്ടൊരു സമാധാനമില്ല കേട്ടോ. ഈ ഒരു സിറ്റുവേഷൻ ഇതിന് മുന്നേ ഞാൻ അനുഭവിച്ച് പോയിട്ടുണ്ടായിരുന്നു. കാരണം പണ്ട് കുഞ്ഞൂസിനെ കൂടുണ്ടാക്കി മാറ്റിയിരുത്തിയപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ ഒരു ദിവസം മുഴുവൻ കുഞ്ഞൂസ് കൂട്ടിലിരുന്ന് കരയായിരുന്നു കേട്ടോ. ഏകദേശം രാത്രി കൂട്ടിലാക്കി 2 മണി 3 മണി വരെ ആൾ കിടന്ന് കരയായിരുന്നു. ആളെ കൂടെ തന്നെ ഞാനും കരഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു അവസ്ഥ പോലെയായിരുന്നു ശങ്കരി ഉണ്ടായിരുന്നു കേട്ടോ. ശങ്കരന് വലിയ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല, ആൾ കൂളായിട്ട് അപ്പുറത്തെ സൈഡിൽ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ശങ്കരി ആൾ പുറത്തേക്ക് നോക്കുന്നുണ്ട്, കുഞ്ഞൂസിൻ്റെ അവിടേക്ക് നോക്കുന്നുണ്ട്, അപ്പുറത്തേക്ക് നോക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര സങ്കടമായി. പഴയ ആ ഒരു കുഞ്ഞൂസിനെ മാറ്റിയിരുത്തിയ ഓർമ്മകളൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവസാനം അവളെ സമാധാനിപ്പിക്കേണ്ടത് എൻ്റെ ആവശ്യമായി മാറി. ഞാൻ വേഗം ജനൽ തുറന്നിട്ടു. ആദ്യം ജനലൊന്ന് സൗണ്ട് ഉണ്ടാക്കി, കാരണം അവൾ അത്രയും ബഹളം വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ജനലിൽ സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ ആളൊന്ന് നോക്കുന്നുണ്ട്, പക്ഷെ ആൾക്കെന്നെ കാണാൻ പറ്റുന്നില്ല. അവസാനം ഞാൻ അങ്ങോട്ട് ജനലങ്ങോട്ട് തുറന്നു കേട്ടോ. ഉണ്ണിമോൾ ഇവിടെ ഉണ്ട്, കുഞ്ഞ് പേടിക്കേണ്ട കേട്ടോ, സുഖമായിട്ട് ഉറങ്ങിക്കട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ കൂളായി. അയ്യോ ആൾ സെറ്റായി. ആൾക്ക് പിന്നെ വലിയ പ്രശ്നം കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നു, പിന്നെ ആളങ്ങോട്ട് കിടന്നു കേട്ടോ. ആൾ നന്നായിട്ട് ഉറങ്ങി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നല്ല രീതിയിൽ ഉറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇവളുടെ കുറയോട് കൂട്ടിയിട്ടാണ് ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. സമയം നോക്കിയപ്പോൾ 7 മണി. സത്യം പറയല്ലോ, ഞാൻ എണീക്കാൻ അത്യാവശ്യം ലേറ്റ് ആവാറുണ്ട്. എന്നെ സംബന്ധിച്ചിട്ട് വളരെ നേരത്തെയാണ് ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നത്. എണീറ്റതും വേഗം വരെ അങ്ങോട്ട് തുറന്നു വിട്ടപ്പോൾ ഇവർ ഭയങ്കര കളിയിലായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു വലിയൊരു കടമ്പ ഞാനിവിടെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഗൈസ്.